അസ്സലാമു വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നമ്മൾ മനുഷ്യരെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചു കൊണ്ടിരിക്കുന്നു. എത്ര പുണ്യമാണ് സഹായിക്കുന്നതും നമുക്ക് ലഭിക്കുന്നത്. നമുക്കിന്ന് ഒരു ചരിത്രത്തിലൂടെ നമുക്ക് സഹായത്തിൻ്റെ മഹത്വത്തെ പറ്റി മനസ്സിലാക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഒരു ദിവസം ഹജ്ജ് ചെയ്ത ശേഷം അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ മസ്ജിദുൽ ഹറമിൽ വെച്ച് ഉറങ്ങുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു സ്വപ്നം കാണുകയാണ്. 2 മലക്കുകൾ ആകാശത്തു നിന്ന് ഇറങ്ങി വരികയും ആ 2 മലക്കുകൾ സംഭാഷണം നടത്തുകയും ചെയ്യുന്നു. എന്താണ് സംഭാഷണം? ആദ്യത്തെ മലക്ക് ചോദിച്ചു, അല്ല, ഈ വർഷം എത്ര പേരാണ് ഹജ്ജ് ചെയ്തത്? അപ്പൊ മറ്റവർക്ക് പറഞ്ഞു, 6 ലക്ഷം പേരാണ് ഹജ്ജ് ചെയ്തത്. അപ്പൊ മറ്റവർക്ക് പിന്നെയും ചോദിച്ചു, അതിലെത്ര പേരുടെ ഹജ്ജാണ് സ്വീകരിച്ചത്? അപ്പൊ മറ്റവർക്ക് പറഞ്ഞത് എന്താണോ, ഒരാളുടെ ഹജ്ജാണ് സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ദിമഷ്കിലെ മുഫക്ക് എന്നൊരു പേരുള്ള ഒരാളുണ്ട്. അദ്ദേഹം ഈ വർഷം ഹജ്ജ് ചെയ്തിട്ടില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിന് ഹജ്ജിന്റെ പ്രതിഫലം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഹജ്ജ് ചെയ്തതിന്റെ പ്രതിഫലം കൊണ്ട് ബാക്കിയുള്ളവരുടെ ഹജ്ജും അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി. അങ്ങനെ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ ഉറക്കിൽ നിന്ന് ഞെട്ടി ഉണർന്നു. എന്നിട്ട് അദ്ദേഹം ദിമഷ്കിലേക്ക് പോയി. ഈ സ്വപ്നത്തിൽ കണ്ട ആളെ ഉണ്ടോ, അത് യാഥാർത്ഥ്യമാണോ എന്നറിയാൻ വേണ്ടി അദ്ദേഹം ദിമഷ്കിലേക്ക് പോയി. അങ്ങനെ അവിടെ പോയി ഒരാളെ കണ്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ പേരെന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ അദ്ദേഹത്തോട് മുബാറക് തങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഇത്രയും വലിയ പദവിയിലെത്താനുള്ള കാരണം എന്താണ്? നിങ്ങൾ എന്ത് നല്ല കാര്യമാണ് ചെയ്തത് എന്ന് പറഞ്ഞു തരാൻ ചോദിച്ചു. അപ്പൊ അദ്ദേഹം നടന്ന സംഭവമെല്ലാം വിവരിക്കാൻ തുടങ്ങി. എന്താണ്? ഒരു ദിവസം അദ്ദേഹം ഒരു ഹജ്ജ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം 300 ദിർഹം സ്വരൂപിച്ചു വെച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ്. ഒരു ദിവസം ആ ഭാര്യക്ക് അയൽവാസിയുടെ വീട്ടിൽ നിന്ന് നല്ല പൊരിച്ച മാംസത്തിന്റെ മണം ഉണ്ടാവും. അപ്പൊ ഭാര്യ പറഞ്ഞു, കുറച്ച് മാംസം വാങ്ങിച്ചു. അങ്ങനെ മൂപ്പക്ക് ഇങ്ങനെ അപ്പുറത്തെ വീട്ടിലേക്ക് ഇങ്ങനെ പോയിട്ട് അവരോട് ചോദിച്ചു, കുറച്ച് മാംസം ചോദിച്ചു. അപ്പൊ അവര് പറഞ്ഞത് എന്താ അറിയോ, ഹലാലുല്ലനാ വഹറാമുൻ അലൈക്കും, ഇത് ഞങ്ങൾക്ക് ഹലാലും നിങ്ങൾക്ക് ഹറാമുമാണ്. അപ്പോ മൂപ്പക്ക് ചോദിച്ചു, എന്താ കാരണം? അപ്പോ അവര് പറഞ്ഞു, എന്റെ മക്കൾ 3 ദിവസമായി വല്ലതും കഴിച്ചിട്ടു, 3 ദിവസമായി പട്ടിണിയായിട്ട്, 3 ദിവസമായി ഒന്നും കഴിക്കാതെ. എന്നിട്ട് ഇന്ന് എനിക്കൊരു ചത്ത കഴുതയെ ലഭിച്ചു. അതിനെ ഞാൻ മുറിക്കുകയും അവർക്ക് ഭക്ഷണമായി കൊടുക്കുകയും ചെയ്തു. ഇത് കേട്ട മൂപ്പക്ക് താൻ ഹജ്ജ് ചെയ്യാൻ സ്വരൂപിച്ചു വെച്ച 300 ദിർഹം മുഴുവനും എടുത്തുകൊണ്ടുവന്നു ഇവർക്ക് കൊടുത്തു. ഇത് നിങ്ങളും നിങ്ങളുടെ മക്കളും ചിലവഴിച്ചു. അപ്പോൾ മുബാറക് തങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സ്വപ്നത്തിന്റെ രഹസ്യം മനസ്സിലായി. അങ്ങനെ മുബാറക് തങ്ങൾ അവിടുന്ന് പോയി. അപ്പൊ നമുക്ക് തന്നെ അറിഞ്ഞല്ലോ എത്ര മഹത്വമുള്ളൊരു കാര്യമാണ് ഈ സഹായിക്കുക എന്നുള്ളത്. അല്ലാഹു തആല നമുക്ക് എല്ലാവരെയും സഹായിക്കാനും നമുക്ക് കഴിയുന്ന രീതിയിൽ എല്ലാവരെയും സഹായിക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നമുക്ക് ഹജ്ജും ഉംറയും ചെയ്യാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ എന്ന് ദുആ വസിയത്തോടെ ഞാൻ നിർത്തുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല